പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 19-ാം തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ സഹന വഴികളിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ നാം പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഇന്ന് UAE മുസഫയിൽ നിന്നുള്ള കുറച്ച് മെയിൽ നേഴ്സുമാർ തങ്ങളുടെ ദൈവിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവശരണം നമ്മിൽ വർദ്ധിപ്പാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലിയ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെയും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജിപ്റ്റിൻ. എനിക്ക് ജീവിത പങ്കാളി 2 മക്കളുമായിട്ട് ഞാൻ അബുദാബി മുസഫയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ടിൻഡു. ജീവിത പങ്കാളി സ്മിത. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞങ്ങളിവിടെ അബുദാബിയിൽ കുടുംബമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് മനോജ്. എൻ്റെ വൈഫിൻ്റെ പേര് ജിബി. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. അബുദാബിയിൽ മുസഫയിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ നമ്മൾ 2012 മുതൽ ഏകദേശം 2012 മുതൽ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, പരസ്പരം അറിയുന്നവരാണ്. അതുപോലെ നമ്മൾ 3 പേരും കത്തോലിക്ക കുടുംബങ്ങളിൽ ജനിച്ചു. വിശ്വാസമുള്ള മാതാപിതാക്കളുടെ ഉള്ള കുടുംബങ്ങളിൽ ജനിക്കുകയും കത്തോലിക്കരായിട്ട് തന്നെ ജീവിക്കുകയും കൂദാശകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. എങ്കിലും നമ്മളൊരു സാധാരണ ഒരു ഓർഡിനറി ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് വരികയും ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ഈശോ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ബോധ്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് കിട്ടിയത് എന്നുള്ള അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മനോജേട്ടനൊന്ന് പറയാമോ? നമ്മൾ ചെറുപ്പത്തിൽ ജിപ്റ്റും പറഞ്ഞ പോലെ തന്നെ ക്രിസ്തീയ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ചെറുപ്പം മുതലേ പള്ളിയിൽ പോകുകയും വിശ്വാസ കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുകയും നമ്മൾ വിശ്വാസ ജീവിതം തന്നെയാണ് നയിച്ചു വന്നിരുന്നത്. അന്ന് മുതൽ ഞാൻ ദൈവത്തെ കണ്ടിരുന്നത് ദൈവം എവിടെയുള്ളൊരു വലിയ ശക്തിയാണ്. നമ്മളെ ദൈവത്തെ വളരെ ഭയത്തോടുകൂടിയാണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തിരുന്നത്. ദൈവത്തോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹനങ്ങൾ വരും. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും നമ്മുടെ ലോകത്തിൻ്റെ സുഖങ്ങളും അല്ല സമ്പത്തിന് വേണ്ടി അതിനുവേണ്ടിയൊക്കെ ദൈവങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈശോയെ കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഈശോ എന്താണ്, ഈശോ നമ്മുടെ സ്വർഗത്തിലോ വേറെ എവിടെയെങ്കിലും ദൂരത്തുള്ള ഒരു ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഒരു ശക്തിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സമയത്ത് ഈശോയെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും ഈശോയെ കൂടുതലായിട്ട് സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കാനും സാധിച്ചു തുടങ്ങിയത്. മനോജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ ചിന്തകളും അതുപോലൊക്കെ തന്നെയായിരുന്നു ഇനീഷ്യലി. നമ്മളൊരു നവീകരണം പോലെ ഒരു ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ പല കാര്യങ്ങളും ഞാനും ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതൊന്നും ചെയ്യരുത്, ഈശോയ്ക്ക് ഇഷ്ടമല്ല ഉള്ള രീതിയിൽ നമ്മൾ കലാകാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് TV ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞാനത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇതുപോലുള്ള ഒത്തിരി ഗ്രൂപ്പുകളിൽ നിന്ന് കോളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി.
അതെല്ലാം കഴിഞ്ഞ് ആണ് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും പിന്നെയും എന്നിലൊരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഒരു ഫുൾനെസ് ഇല്ലായ്മ, നമുക്ക് സന്തോഷക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ക്ലാസ്സുകളിൽ നമ്മുടെ മിനിസ്ട്രിയിലെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഈശോയെ പറ്റി കേൾക്കാനിടയായി. നിങ്ങൾ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം അത് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് സത്യം? അവിടുത്തെ വചനമാണ് സത്യം. അപ്പം ഇപ്പോൾ സത്യം സ്വതന്ത്രമാക്കുമ്പോൾ വചനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം. അപ്പം അങ്ങനെ ഉള്ളൊരു ഒരു ബോധ്യത്തിലേക്ക് കടക്കുകയും പിന്നെ തുടർന്ന് ഇങ്ങനെ എന്നിട്ടും സ്റ്റിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിലെ എങ്ങനെ ഈശോയെ പറ്റി കൂടുതൽ അറിയാം അങ്ങനെ ആഗ്രഹം വന്നു. അപ്പോഴാണ് ഒരു വചനം എന്നെ റോമ 5:5 വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആ ദൈവസ്നേഹത്തെ പറ്റി മനസ്സിലാക്കാനും ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് വഴിയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് കടക്കാൻ സാധിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ ഈ ബോധ്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും കിട്ടിയത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നി വേറൊരു കാര്യം, ഈശോ തന്ന അനുഗ്രഹങ്ങളെ പ്രതി ഓരോ ദിവസവും നന്ദി പറയാനായിട്ട് സമയം കണ്ടെത്താനും ഇരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ നമ്മുടെ കൂടെയുള്ള പലതും നമ്മൾ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്കതൊക്കെ തന്നു. പക്ഷെ അത് ചിലപ്പോൾ തിരിച്ചറിയാതെ പോകും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ആ ദൈവം തരുന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാനും അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സന്തോഷം വീണ്ടും അനുദിനം നമുക്ക് അനുഭവിക്കാനായിട്ടും സാധിക്കാറുണ്ട്. അത് നല്ലൊരു ബോധ്യമാണ്. കാരണം നമുക്ക് ഒരു കാലത്ത് നഷ്ടപ്പെട്ടൊരു കാര്യം, ആഗ്രഹിച്ച കാര്യം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമ്മൾ അതിന് നന്ദി പറയുമ്പോൾ അത് കാണുമ്പം ദൈവത്തെ നമുക്ക് സ്മരിക്കാനായിട്ട് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഈശോയിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഒരു ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചല്ലേ? അപ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ടിനുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? പ്രധാനമായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായി. പണ്ടുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളല്ല ഇപ്പോൾ നമുക്ക് ഒരു സംഭവം കാണുമ്പം നമുക്ക് ഉള്ളത്. എല്ലാം ഈശോയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് കാരണമാകുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓരോ സംഭവങ്ങളും. പിന്നെ ജീവിതത്തിൽ നമുക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും നമ്മൾ ഹസ്ബൻഡും വൈഫോടെ ചേർന്നിരുന്നൊരു പ്രാർത്ഥനയെ പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. അത് ഒരിക്കലും ഒരു നഴ്സസ് ടൈംസിൽ ഇതുപോലെ ഒരു ബ്രദർ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൂടാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒത്തിരിയേറെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ട് എനിക്ക് കാണാൻ തുടങ്ങി. അതൊരു നല്ലൊരു പ്രാർത്ഥന രീതിയാണെന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം ഭൂമിയിൽ ശരീരം കൊണ്ട് ഒന്നിക്കുന്ന ഒരു പ്രധാന ആൾക്കാരാണ് ഹസ്ബൻഡ് വൈഫ്, ദൈവം കൂടെയുള്ളപ്പോൾ. അപ്പോൾ ഇവർ ഒരു ശരീരമായിട്ട് ഒരു ആത്മാവോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് നല്ലപോലെ ഇറങ്ങി വരുന്നതായിട്ട് തോന്നി. ജോലി മേഖലയിലേക്ക് പോകുമ്പോൾ ഇപ്പം രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അങ്ങനെ പ്രാർത്ഥനയിൽ? തീർച്ചയായിട്ടും ജോലി മേഖലയിലേക്ക് പോകുമ്പോൾ നേരത്തെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന പോലെയല്ല ഇപ്പോൾ പോകുന്നത്. നമുക്ക് നേരത്തെ ഇതൊരു ജോലി മാത്രമായിരുന്നു. മിനിസ്ട്രിയിലേക്ക് വന്നു, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇതാണ് നമ്മുടെ ജോലി മേഖലയാണ് നമ്മുടെ പ്രധാന വചന പ്രഘോഷണ ഏരിയ എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ നമ്മൾ പ്രവർത്തിക്കേണ്ട ഏരിയ നമ്മുടെ ജോലി മേഖലയാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന രോഗിയാണ് നമ്മുടെ ആൾക്കാർ, അവിടെയാണ് നമ്മൾ ബലി അർപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു ബോധ്യം കിട്ടി. അപ്പോൾ ഞാൻ ICUലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുമ്പിൽ വരുന്ന രോഗികൾ കൂടുതലും വെന്റിലേറ്റഡ് ആയിരിക്കാം, കോൺഷ്യസ് ലെവൽ ഉള്ളവരായിരിക്കത്തില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് വചനത്തിൽ ഇങ്ങനെ ഒരു വചനം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് തളർവാദ രോഗിയെ 4 പേര് അവർ തളർവാദ രോഗിക്ക് വേണ്ടി വിശ്വസിച്ച് ഇറക്കുമ്പോഴാണ് കർത്താവ് അവരുടെ പാപം മോചിക്കുന്നത്, കൂടെ വന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ആഴത്തിൽ എനിക്ക് ടച്ച് ചെയ്തൊരു വചനമാണ്.
അപ്പോൾ രോഗികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വിശ്വസിച്ച് ഏത് മതസ്ഥരാണേലും അവർക്ക് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാരണം അവർക്കിപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല, അവർ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വിശ്വാസം ഏറ്റെടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രചോദനം കിട്ടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ടിൻഡു പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഈശോയെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ടാണെങ്കിലും നമ്മളവിടെയൊക്കെ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിന് വേണ്ടി അവർ മാനേജ്മെൻറ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന നേഴ്സുമാർക്ക് വേണ്ടിയും നമ്മളവിടെ രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളെ കിട്ടുന്ന രോഗികൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചില സമയമൊക്കെ അവർക്ക് അതുവഴി സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ചില രോഗികൾക്ക് വേണ്ടി എന്താ അതിൻ്റെ ഡയഗ്നോസിസ് എന്നറിയാൻ പറ്റാതെ ഡോക്ടർമാർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഇന്ന ടെസ്റ്റ് ഇങ്ങനെ ചെയ്താലോ എന്നൊരു അഭിപ്രായം ഡോക്ടറിൻ്റെ അടുത്ത് പറയാൻ തോന്നുകയും ഡോക്ടർ ചെയ്യും. അതുവഴി കറക്റ്റ് ഡയഗ്നോസിസ് ഒക്കെ ഡോക്ടറിന് കണ്ടുപിടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന അല്ലേ, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമ്പോൾ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ പ്രാർത്ഥന രോഗികളെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയിൽ എൻ്റെ ഒരു പ്രാർത്ഥന രീതി തന്നെ മാറിയ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഐ സിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും. അപ്പം എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പം രാവിലെ പ്രാർത്ഥിക്കും, ഈശോയെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്, ഇന്ന് വളരെ നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ കിട്ടണം, രോഗികളുടെ ഷിഫ്റ്റ് നല്ല സ്മൂത്ത് ആയിരിക്കണം, അതുപോലെ റിലേറ്റീവ്സ് ഒന്നും നമ്മളെ ട്രബിൾ ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് പോവുക. പക്ഷേ എന്താണോ പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ടാണോ അതോ പ്രാർത്ഥന ഫലിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, മിക്ക ദിവസവും ചെല്ലുമ്പോൾ നല്ല പൂര തിരക്കായിരിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഞാൻ രാവിലെ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ICU ഡ്യൂട്ടിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ നമ്മുടെ സ്റ്റാഫ് പാൻട്രി റൂമിൽ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റാഫൊക്കെ എന്നെ നോക്കി ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് നിനക്ക് നല്ല നല്ല സുഖമായിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഞാനത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഹാൻഡ് ഓവർ എടുക്കുമ്പോഴാണ് കൂടുതൽ എൻ്റെ കഥകൾ മനസ്സിലായത്. അപ്പോൾ ഈ രോഗി അന്ന് രാത്രി അഡ്മിറ്റായൊരു രോഗിയായിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് എനിക്കൊന്ന് ജർമ്മനിയിലെങ്ങാണ്ട് വന്നു, അവിടെ പുറത്തൊരു ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ സ്റ്റേജ് 4 ക്യാൻസറാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവർ ജർമ്മനിയിൽ വളരെ പ്രതീക്ഷയോടെ പോയി. പക്ഷേ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാനില്ല, ഇനി പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഈ രോഗിക്കുണ്ട്. മാത്രമല്ല ഈ രോഗി പോകേണ്ടിരുന്ന വേറൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു, അവിടെ ബെഡില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പം നൈറ്റ് വന്നപ്പോൾ തൊട്ട് നേഴ്സുമാരോട് വളരെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു, ഭയങ്കര ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല, എല്ലാം റിഫ്യൂസ് ചെയ്യുകയാണ്. ഈവൻ ആൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഒരു സിറ്റുവേഷൻ ആയിട്ട് ആണ് അന്ന് നൈറ്റ് നേഴ്സിന് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഹാൻഡ് ഓവർ തന്നപ്പോൾ ഇതെല്ലാം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആ മൂഡ് ടോട്ടലി പോയി. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് വന്നതാണ്. എന്നിട്ട് അപ്പം രോഗി അകത്ത് ഉറങ്ങുമായിരുന്നു. ഹാൻഡ് ഓവർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ റൂമിൻ്റെ പുറത്ത് ചെയറിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതല്ല, എന്നിട്ട് ഞാൻ ടോട്ടലി എൻ്റെ മൂഡ് പോയി. ഞാൻ ഈശോയോട് പറയും, ഈശോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതല്ല, എന്നിട്ട് നീ എനിക്ക് എന്താ ഇങ്ങനെ ഒരു രോഗിയെ തന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറയും ഈശോയോട്. അപ്പോൾ ഈശോ തിരിച്ചെന്നോട് ഇങ്ങനെ പറയുകയാണ്, നിനക്കാണോ ക്യാൻസർ, അത് അകത്ത് കിടക്കുന്ന ആൾക്കാണോ ക്യാൻസർ? എൻ്റെ ഉള്ളിൽ ഈശോ ഇങ്ങനെ എന്നോട് പറയും. ഞാനിങ്ങനെ വ്യക്തമായിട്ട് കേട്ടു. അപ്പോൾ ഞാൻ ഇതെന്ത് ഈശോ എന്നോട് ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ തിരിച്ച് ഈശോ വീണ്ടും എന്നോട് സംസാരിക്കും. ഈശോ എന്നോട് പറയാം, അകത്ത് കിടക്കുന്ന ആൾക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാൻ ഒരു കാരണമുണ്ട്, ആൾക്ക് ക്യാൻസറാണ്. നിനക്ക് ദേഷ്യപ്പെടാൻ എന്താ കാരണം? നീ രോഗിയെ കെയർ ചെയ്യാൻ വന്നതല്ലേ, നിനക്ക് ദേഷ്യപ്പെടാൻ എന്ത് അർഹതയാണുള്ളത്? ഇങ്ങനെ എൻ്റെ ഉള്ളിൽ പറയുന്നത് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്കതൊരു വലിയൊരു തുറവിയായിരുന്നു. ഞാനപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ഈശോയെ ശരിയാണല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ. അപ്പോൾ ഞാൻ ഈശോയോട് ഒരു മാപ്പൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് വീണ്ടും ഞാൻ ഈ രോഗിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രോഗി എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ അകത്ത് പോയപ്പോൾ ആദ്യം എന്നോട് സെയിം മനോഭാവമായിരുന്നു. എന്നോട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ആളുടെ അടുത്തിരുന്ന് ആളുടെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അടുത്തിരുന്ന് ആളോട് പതുക്കെ സംസാരിച്ചപ്പോൾ ആൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ 4 ദിവസമായിട്ട് ടോയ്ലറ്റിൽ പോയിട്ടില്ല, ബവൽ ഓപ്പൺ ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ടോയ്ലറ്റിൽ ഞാൻ കൊണ്ടുപോകാം. ഞാനിങ്ങനെ ഓക്സിജൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെയാണ്. ഞാനപ്പോൾ ഓക്സിജൻ മാസ്ക് കണക്ട് ചെയ്ത് ടോയ്ലറ്റിൽ പോയിരുന്ന് ഞാൻ കാം ക്വയറ്റ് എൻവയോൺമെൻ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ മോഷൻ പാസ് ചെയ്തു. അപ്പോൾ ആൾക്കൊരു വലിയൊരു റിലീഫായി അത്.
അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒന്ന് ബാത്ത് തരട്ടെ, ടോയ്ലറ്റിൽ തന്നെ ഇരുത്തി ഒരു ബാത്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ എഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഇരുത്തി ആൾക്കൊരു ചെറിയ വാം വാട്ടറൊക്കെ വെച്ചിട്ട് ബാത്തൊക്കെ കൊടുത്തു, പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തു. അപ്പോൾ തലേദിവസം ഇട്ട ഡ്രസ്സ് മാറാതിരുന്ന ആളാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു, പുതിയതിട്ടു. ഞാൻ ബെഡിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി ഫുഡ് കൊടുത്തു ആൾക്ക്. ഫുള്ള് ഈ ബവൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ആൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ആൾക്ക് എന്നോടൊരു മനോഭാവത്തിൽ ഒരു മാറ്റം വന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗിക്ക് വേണ്ടി. അങ്ങനെ പിന്നീട് എല്ലാ ട്രീറ്റ്മെൻറ്റും ആൾ സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിനുശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരം ഈ രോഗി എന്നോട് ചോദിച്ചു, നാളെ നീ തന്നെ വരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനപ്പോൾ ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷെ അതിനുശേഷം എൻ്റെ പ്രാർത്ഥനാ രീതി ടോട്ടലി മാറി. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഞാൻ വേറെ രീതിയിലാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുക. രാവിലെ വരുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഇന്ന് എൻ്റെ കെയർ ഏറ്റവും ആവശ്യമുള്ള രോഗിനെ നീ എനിക്ക് തരണം. അത് എത്ര സിക്ക് രോഗിയാണെങ്കിലും, അല്ലെങ്കിൽ 1 അല്ല 2 അല്ല എത്ര രോഗികളാണെങ്കിലും നീ എനിക്ക് തരുന്ന രോഗീനെ ഇന്ന് എൻ്റെ കെയർ ഏറ്റവും ആവശ്യമുള്ള ആളെ എനിക്ക് നീ തരണം. നീയും എൻ്റെ കൂടെ വരണം, നമുക്ക് 2 പേർ കൂടെ ആ രോഗീനെ നമുക്ക് കെയർ ചെയ്യാം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര തിരക്കുള്ള ഷിഫ്റ്റ് ആണെങ്കിലും എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യാനും തെറ്റൊന്നും വരാതെ എല്ലാം ചെയ്യാനും ഈശോ കൂടെ നിർത്തി നമ്മളെ മിസ്സാവുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, ഈ ഒരു പ്രാർത്ഥനാ രീതി മാറിയപ്പോൾ. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈശോയെ അറിഞ്ഞപ്പോൾ വന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പലരും വിചാരിക്കും ഈ ഈശോയിലുള്ളൊരു ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതം ഭയങ്കര സ്മൂത്തായിരിക്കും, തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, സഹനങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ഭയങ്കര ഈശോയിലെ നോക്കികളെല്ലാം ഹാപ്പി ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? ഈശോയിലുള്ള ജീവിതത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ്? സഹനങ്ങൾ കുറഞ്ഞോ അതോ സഹനങ്ങൾ ഒട്ടും ഇല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? ഈശോയെ പറ്റി ഈശോയുടെ ഉള്ള കൂടുതലായിട്ട് അറിഞ്ഞ സ്നേഹത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ സഹനങ്ങൾക്ക് കുറവൊന്നുമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആ സഹനങ്ങളെ ഞാൻ ഹാൻഡിൽ ചെയ്ത രീതിക്ക് ഒത്തിരി മാറ്റമുണ്ടായി. പണ്ട് ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോഴാണ് നമ്മളൊരു ഭയത്തോടു കൂടിയും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു പലരെയും പഴി പറയുന്നു, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം, ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിൻ്റെ തലച്ചോറിനുള്ളിൽ കുറച്ച് ഫ്ലൂയിഡ് പോലെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് 2 കുട്ടികളുള്ളതല്ലേ, ചിലപ്പം കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ നാട്ടിൽ പോയി കുട്ടിയെ അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാനും വൈഫും കൂടെ വന്ന് ഈശോയോടെ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് കിട്ടിയൊരു ബോധ്യം, നമുക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്. അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ആ കുഞ്ഞിന് ജീവൻ കൊടുത്ത ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അതെടുക്കാനും അധികാരമില്ല. അപ്പോൾ ഞങ്ങൾ അതിന് വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക് തരാം. അപ്പോൾ ദൈവം സൗഖ്യം തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5-ാം മാസം സ്കാൻ ചെയ്തു, അനോമാലിസ് സ്കാൻ. അതിൻ്റെ അതും പറഞ്ഞു സെയിം അവർ പറഞ്ഞു കുറച്ച് അനോമാലിസൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുട്ടി ജീവനോടെ പുറത്ത് വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ബൈ ബർത്ത് കുട്ടി മരിച്ചു പോകുമായിരിക്കും. അതുകൊണ്ട് നീ എന്തിനാണ് നിൻ്റെ വൈഫിന് ഇങ്ങനെ സ്ട്രഗിൾ കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോയി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ ഈശോയോട് തന്നെ ചേർന്ന് ഇരുന്ന് ഞാനും വൈഫോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളൊന്ന് കൈകോർത്ത് പിടിച്ച് ഈശോയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുവഴി ഞങ്ങൾക്ക് വലിയൊരു ധൈര്യം കിട്ടി. പിന്നെ ആദ്യകാലത്തൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു, കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം സൗഖ്യം തരും, നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിക്കും, ആ രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ബോധ്യം തോന്നി, ഇപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അത് ദൈവത്തിൻ്റെ ഗിതമാണ്, അത് നിറവേട്ടെ, നമ്മളായിട്ട് ആ ദൈവം തന്ന ജീവൻ എടുക്കത്തില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ ചെയ്യത്തില്ല എന്നൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ പിന്നെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മളെ അറിയാവുന്നവരും കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും കുടുംബത്തിലും ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അതൊരിക്കലും എൻ്റെ ഭാര്യയോടുള്ള സ്നേഹക്കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളതിനിങ്ങനെ പറയുന്നത്, അങ്ങനെ ആ രീതിയിലുള്ള പല രീതിയിലുള്ള കമൻസും കേട്ടു. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ഹൃദയം നിറവേറട്ടെ, അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 35 വീക്സൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മദർസിന് കുറേ കോംപ്ലിക്കേഷൻ ആവും, ഇപ്പോൾ 35 ആയില്ല, അതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ കിടന്ന സമയത്തും എല്ലാം ഞങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാൽ പോയി. ആ സമയത്തൊക്കെ വലിയൊരു ഭയമോ
വേറെ ഒരു തളർച്ച അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മൾ നോർമലായിട്ട് ഈ പ്രഗ്നൻസിയുടെ ഏറ്റവും ഓൾമോസ്റ്റ് 8 മന്ത് വരും, 8 മാസവും നമ്മൾ ജീവിച്ച് വലിയൊരു സഹനത്തിലൂടെ ഉള്ളിൽ ദൈവം ഇങ്ങനെ സാധനം തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നോർമലായിട്ട് തന്നെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. അതല്ല നമുക്ക് വലിയൊരു സങ്കടമോ ഒരു കരച്ചിലോ ആ രീതിയിൽ അങ്ങനെയൊന്നും അത്രയ്ക്ക് വന്നില്ല. ആ ദൈവം ഭയങ്കര ഒരു കരുതലും ശക്തിയും തന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവിടെ നിന്നുള്ള നഴ്സുമാർക്കും ഡോക്ടർമാർക്കും അറിയാം ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പ്രത്യേക കരുതലോ ഒരു അവഗണന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ ആ സാധനങ്ങളിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രഗ്നൻസി അഡ്മിറ്റായതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ ഇൻഡ്യൂസ് ചെയ്തു. ലേബർ റൂമിൽ പോയി. ഞാനും വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈഫ് ഡെലിവറായി. ഒരു മിഡ് വൈഫ് മാത്രം വന്നു. ആ സമയത്തും അവർക്കറിയാം വേറെ ഡോക്ടർമാരുടെ ആവശ്യമൊന്നുമില്ല, ഈ കുഞ്ഞും മരിക്കും, പിന്നെ എന്തിനാണ് വേറെ അവരുടെ തിരക്കും ജോലികളും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു. ഡെലിവറി കഴിഞ്ഞ് അവർ ആ കുഞ്ഞിനെ എടുത്ത് ഓൾറെഡി ഡെലിവറി കഴിഞ്ഞപ്പോഴേ കുഞ്ഞ് വന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ അവർ മാറ്റി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ എടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ ഞങ്ങൾ മാമോദിസ കൊടുത്തു. അത് ഒരു പേര് ഇട്ടു, പെൺകുഞ്ഞായിരുന്നു. അൽഫോൺസ എന്നൊരു പേര് ഇട്ടു, മാമോസ ഇട്ടു. പിന്നെ മാമോസയും കൊടുത്ത് ഞങ്ങൾ ആ കുഞ്ഞിനെ അവിടെ തിരിച്ചേൽപ്പിച്ചു. പിറ്റേ ദിവസമാണ് അവർ ആ കുഞ്ഞിൻ്റെ ബോഡി അബുദാബി സെൻട്രൽ അവിടെ പോയി അടക്കം ചെയ്യാൻ വേണ്ടി. ഞാൻ ഒറ്റയ്ക്ക് ആംബുലൻസിലാണ് പോകുന്നത്. അന്ന് ഈ കൊറോണയുടെ കാലഘട്ടമായിരുന്നുകൊണ്ട് വേറെ സുഹൃത്തുക്കളും മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ആർക്കും വരാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു, ബന്ധുക്കളും എല്ലാവരും. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ആംബുലൻസ് അവിടെ ചെന്നു, അവിടെ അടക്കം ചെയ്തു. ഒറ്റയ്ക്ക് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഈശോ എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഓരോ സമയത്ത് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയൊരു ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ അതേസമയം എന്നോട് ബ്രദർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ ഒത്തിരി ഭാഗ്യം ചെയ്ത ദമ്പതിമാരാണെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി, അത് മാമോദിസ വഴി ആ കുഞ്ഞ് സ്വർഗത്തിലേക്കാണ് പോയത്. നിനക്ക് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു വിശുദ്ധയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നീ ഒരു കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ജനിച്ചു, അവർ പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കുന്ന സമയത്ത് അവർ വിശുദ്ധരാണെന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം നിൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവം നിനക്കായിട്ട് ഒരു കുഞ്ഞിനെ, ഒരു വിശുദ്ധനെ തന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വിശുദ്ധയുടെ നമുക്ക് അവർക്ക് വേണ്ടി ആ കുഞ്ഞ് നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഇതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ നമുക്കിങ്ങനെ സഹനങ്ങളുള്ളവരെയൊക്കെ ദൈവം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരുന്നവരായിട്ട് തോന്നി. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സഹനം ഏറ്റെടുത്ത മേഖലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു സൗഖ്യവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം ഇടപെടുന്നതായിട്ടും ആ മേഖലയിൽ ഒത്തിരി സൗഖ്യം തരുന്നതായിട്ടൊക്കെ പല ബോധ്യങ്ങളും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ബോധ്യമാണ്. കാരണം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ അബോർഷനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ആ കുഞ്ഞിനെ സ്വന്തമായിട്ട് സ്വീകരിച്ച് മാമോദിസ സ്വീകരിക്കുമ്പോൾ അതെല്ലാവർക്കും ഒരു സപ്പോർട്ടീവായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അത് ശരിക്കും പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നടത്തിയ. എനിക്കും ഇപ്പോൾ മനോജേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു ദിവസം എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചു ഒരുങ്ങി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ എക്സാം എഴുതുന്ന ഹാളിൻ്റെ താഴെ കൊണ്ടുവന്ന് എൻ്റെ കാറ് ഞാൻ പാർക്ക് ചെയ്ത് കാറിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആക്സിഡൻ്റലി ഞാൻ ഡോർ അടച്ചപ്പോൾ എൻ്റെ ഈ തള്ളവിരൽ ഡോറിൻ്റെ ഇടയിൽ പെട്ടു ഈ വിരൽ ചതഞ്ഞു പോയി. ഞാനെൻ്റെ പേനയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിൽ എഴുതാൻ പറ്റില്ല, കാരണം ആ ഫിംഗർ ഫുള്ള് ക്രഷായിപ്പോയി. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി, കാരണം ഞാൻ ഒരുപാട് പഠിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയതാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ എനിക്കങ്ങനെ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടം വരെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു എഴുതാതെ. ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ വൈഫ് എന്നെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ വൈഫ് അന്ന് പ്രഗ്നൻ്റാണ്, 4 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ വൈഫ് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ വേഗം വരണം, ബ്ലീഡിങ് ആണ്, ഭയങ്കര ബ്ലീഡിങ് ആണ്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്നു. അപ്പം വൈഫിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സെർവിക്സ് ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ബ്ലീഡിങ്, ഏത് സമയവും കൊച്ചു പുറത്ത് വരാം, ഒരു അബോർഷനായി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കാണുന്ന ഡോക്ടർ ലീവായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ചേച്ചിമാരും എല്ലാവരും വന്ന് ഒരുപാട് അന്ന് വീട്ടിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രാത്രിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. നമ്മളെ
ആശ്വസിപ്പിക്കാനൊക്കെ അവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതം, ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ആ സർവിക്സ് ക്ലോസ് ആയി, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾക്ക് ഡെലിവറി, ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ 3 വയസ്സായി. ഈശോ വലിയൊരു അനുഗ്രഹമാണ് തന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാൻ എൻ്റെ ഒരു കൈ അതിൻ്റെ ഉള്ളിൽ പെട്ട് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ചിലപ്പോൾ എക്സാം ഹാളിൽ കയറും, അവിടെ ഞാൻ എക്സാം എഴുതും, എൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ പുറത്ത് വയ്ക്കും. അപ്പോൾ വൈഫ് വിളിച്ചാൽ പെട്ടെന്ന് എനിക്ക് പോകാനോ അവൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് തോന്നിയപ്പോൾ ഈ കൈ, എൻ്റെ കൈ, ചതഞ്ഞ കൈ ഏകദേശം ഒരു 1 ഇയർ മോള് ബർത്താവുന്നത് വരെ ആ നഖം പോയി പുതിയ നഖം വന്ന് വരുന്നത് വരെ. അപ്പോൾ ഞാൻ എന്നും ഈ കൈ നോക്കുമ്പോൾ ഈശോനെ ഓർത്ത് ഞാൻ നന്ദി പറയും. അപ്പോൾ കാരണം അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഒരു സഹനം തന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു ഇതിന് നമുക്ക് പറ്റിയതെന്ന്. അപ്പോൾ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ഈശോയുടെ മുമ്പിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈശോ ഈ സഹനം കൊണ്ട് നീ എന്നോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സഹനം വന്നത്, നിനക്ക് എന്നെ ഒരുക്കാനാണോ അതോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും. അപ്പോൾ പലപ്പോഴും അതിനൊരു ഉത്തരം കിട്ടാറുണ്ട് ആ സഹനം വരുമ്പോൾ ഈശോയുടെ മുമ്പിലിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. വലിയൊരു അനുഭവമായിട്ട് എനിക്കിത് തോന്നിയതാണത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവസ്വരത്തിന് നമ്മൾ കാത് തുറക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ ഷെയർ ചെയ്തത് ഈശോയെ അറിഞ്ഞതിന് ശേഷം, ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങളുമാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞങ്ങൾ ഈശോയെ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ കൂടുമായിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നത് ലോകകാര്യങ്ങളും മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പഴയതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും കൂടാറുണ്ട്. ഒന്നിച്ച് കൂടും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, പുറത്തു പോകും, ഒന്നിച്ച് ചിലപ്പോൾ കളിക്കാൻ പോകാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് ഈശോയെക്കുറിച്ചാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഈശോ തരുന്ന ബോധ്യങ്ങളെക്കുറിച്ചാണ്, ഈശോ തരുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അന്ന് ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ഒരു 100 ഇരട്ടി സന്തോഷമാണ് ഈശോ ഞങ്ങൾക്കിപ്പോൾ നൽകുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഈശോ നൽകുന്ന ഈ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം പറയുന്നു: എന്നെങ്കിലും ഒരിക്കൽ ദൈവം നമുക്ക് നൽകിയ നന്മകൾക്കായി മാത്രമല്ല, നിരസിച്ച കാര്യങ്ങളെ ഓർത്തും നാം നന്ദി പറയും. ഇന്ന് ഈ സഹോദരങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയ നല്ല ബോധ്യങ്ങളെ ഓർത്ത് നമുക്കവിടത്തേക്ക് നന്ദി പറയാം. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങൾക്ക് പിന്നിലും വലിയ ഒരു മഹത്വം വെളിപ്പെടാനിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുവാനായി ദൈവം നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.